ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 38. 38ാമത്തെ എപ്പിസോഡിലാണ് മക്കളെ. ഇത്രയും നാൾ നമ്മൾ പലരും പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ ആൻഡ് ഗബ്രി ചപ്രികളെ നല്ല രീതിയിൽ ഒതുക്കുന്നു അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടു ഇവിടെ വെളിയിൽ. പക്ഷെ ഇതുവരെ ആയിട്ടൊന്നും അല്ല ഒതുക്കൽ എന്ന് പറയുന്ന പരിപാടി അവിടെ നടന്നിട്ടുള്ളത്. ഇന്നലെ എപ്പിസോഡ് 38 നല്ല വ്യക്തമായി കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് രണ്ടിനെയും ഒതുക്കുന്നതെന്നുള്ളത്. അടിച്ച് കൈ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എപ്പിസോഡ് 38ലാണ്. അപ്പൊ പരിപാടി തുടങ്ങുന്നത് 38ാമത്തെ എപ്പിസോഡ് രാവിലെ പാട്ടും ഡാൻസും ഒന്നും ഇട്ടല്ല നമ്മളെ കാണിക്കുന്നത്. രാവിലെ ഒരു 10:15 ചെറിയൊരു പാട്ട് പരിപാടി. കിച്ചണിൽ ഗബ്രി ഉണ്ട്, എല്ലാവരും കിച്ചണിൽ നിന്ന് പാട്ടൊക്കെ പാടി ആർത്തുല്ലസിക്കുന്നു. ഇത് കാണിക്കുന്നുണ്ട്. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ സൈഡിൽ നിന്ന് നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആണല്ലോ, മിക്കവാറും ഇന്ന് അടിബേളം പൊട്ടും എന്നൊരു സാധനം ജിൻഡോ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജിൻഡോ ഇത് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏതാനും മണിക്കൂറുകളുള്ളിൽ തന്നെ അവിടെ പരിപാടി ഇടിയും ബഹളവും തുടങ്ങുന്നു. അപ്പൊ അത് തുടങ്ങാനുള്ള കാരണം ജിൻഡോ ചേട്ടൻ തന്നെയാണ്. ജിൻഡോയുടെ കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ നല്ല വ്യക്തമായിട്ട് പുറകിൽ നിന്ന് ഇളക്കി വിടുന്ന ഒരു അണ്ണനായി മാറിയിട്ടുണ്ട് നമ്മുടെ ജിൻഡോ ചേട്ടൻ. അത് വ്യക്തമായിട്ട് 38ാമത്തെ എപ്പിസോഡിൽ കാണാം. ഇത് ഇളക്കി വിട്ടു, പിന്നെ ഇത് കൊണ്ടുപോകുന്നത് നമ്മുടെ സിബിൻ മച്ചാനാണ്. പക്ഷെ എന്നാലും ഇതിന്റെ മെയിൻ ആണി പുറകിൽ നിന്ന് മറ്റേ കളി അങ്ങോട്ട് തുടങ്ങി വിടുന്നത് ജിൻഡോ ആണ്. ജിൻഡോ ശരണ്യ എന്ന് പറയുന്ന പവർ ടീം മെമ്പറിനോട് പറയുന്നുണ്ട്, ശരണ്യ നമുക്ക് പവർ ഉണ്ട്, നിങ്ങൾക്ക് പവർ ഉണ്ടല്ലോ, സോ ആ പവർ ഉപയോഗിച്ച് ഡെൻ എന്ന് പറയുന്ന ഡെൻ ടീമിന്റെ റൂം നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്താലോ, എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു പരിപാടി എന്ന് ചോദിക്കുന്നു. ശരണ്യ ബിഗ് ബോസിനോട് ക്യാമറയിൽ വന്നത് പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡെൻ ലോക്കായി പോകുന്നു. ഡെന്നിന്റെ ഡോറ്, ആ ഒരു ടീമിന്റെ ഡോറ് ലോക്ക് ആവുന്നു. അപ്പൊ ഇത് ലോക്ക് ആവുന്ന സമയത്ത് ഡെൻ ടീമിന്റെ അംഗങ്ങളെല്ലാം ആ റൂമിനകത്തുണ്ട്. കൂടാതെ ഗബ്രിക്കുട്ടൻ ഉള്ളത് കൊണ്ടും സഹായം എന്ന് പറയുന്ന പേരിൽ ഗബ്രിക്കുട്ടനെ കാണാനുള്ള അവസരങ്ങൾ ജാസ്മിൻ ചേച്ചി മുതലാക്കുന്നത് കൊണ്ടും ജാസ്മിൻ ചേച്ചിയും അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പവർ ടീം ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെൻ ടീം പറയുന്നുണ്ട് തുറന്നു വിടണം. ഗബ്രിക്കുട്ടൻ അങ്ങ് മുള്ളാൻ മുട്ടുന്ന അപ്പത്തേക്ക് മാനുഷിക പരിഗണന എന്ന് പറയുന്ന വലിയ സാധനങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. എനിക്ക് ബാത്റൂമിൽ പോകണം, എനിക്ക് ഡോക്ടർ പറഞ്ഞതാണ് എനിക്ക് വയറിന് പ്രശ്നമുണ്ടെന്ന്. ഡോക്ടർ അങ്ങനൊന്നും പറയുന്നത്, അത് മെഡിക്കൽ ടീം അവന് ഒരു പ്രശ്നവും ഉണ്ടെന്ന് നമ്മളാരും പറയുന്നത്, അവൻ ഡോക്ടർ ലൈക്ക് മെഡിക്കൽ ടീം പറയുന്നത് നമ്മളാരും കേട്ടിട്ടില്ല. അവൻ ഫിസിക്കലി ഓക്കെ ആണെന്നാണ് അവൻ അതിനകത്ത് കയറുമ്പോൾ പറയുന്നത്. മെന്റലി ഉള്ള പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്. അപ്പൊ മെന്റലി ആണോ ഈ വയറിന് പ്രശ്നമുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും അവൻ വലിയ ഡയലോഗുകളൊക്കെ അതിനകത്ത് കിടന്ന് അടിക്കുന്നുണ്ട്. പക്ഷെ സിബിനാകെ പൊളിച്ച് കൈ കൊടുക്കുന്നുമുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജാൻമണി പറയുന്നുണ്ട്, പവർ ടീമിന്റെ അംഗമായ ജാൻമണി തന്നെ പറയുന്നുണ്ട് ജാസ്മിനെ ഇറക്കി വിടണ്ട, ജാസ്മിനെ അടുത്ത് കിടക്കട്ടെ, അവള് ഗെയിം കളിക്കണ്ട എന്നുള്ളൊരു സാധനം. ആ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മെലോ ഡ്രാമ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇന്ന് നടക്കാനിരുന്നത് ഇന്നലെ. അപ്പൊ അതിനകത്ത് അവൾ പങ്കെടുക്കണ്ട എന്നുള്ളൊരു മൈൻഡാണ് ജാൻമണിക്കുള്ളത്. നേരെ സിബിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെൻ ടീം കളിക്കണ്ട, ആ ഒരു ടാസ്കിൽ പങ്കെടുക്കണ്ട. ഇവർക്ക് രണ്ടുപേർക്ക് ഇങ്ങനെയുള്ളൊരു മൈൻഡ് വെച്ചാണ് ഇവര് ഇന്നലത്തെ ദിവസം നിൽക്കുന്നത്. അപ്പൊ ഗബ്രി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊട്ടാൻ തുടങ്ങി. ഗബ്രിക്ക് മറ്റേ പൊട്ടുമല്ല, അവനാണല്ലോ. ബാക്കി നമ്മുടെ അപ്സരയാണെങ്കിലും അർജുനാണെങ്കിലും റസ്മിനാണെങ്കിലും അവർക്ക് മനസ്സിലായി പവർ ടീം കൊടുത്തൊരു പണിയാണ്. പവർ ടീം ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചേ പറ്റത്തുള്ളൂ എന്ന് അവർക്കറിയാം. പക്ഷെ ജാസ്മിനും ഗബ്രിക്കും അങ്ങോട്ട് ചൊറിയാൻ തുടങ്ങി. ചപ്രിക്കുട്ടനാണെങ്കിൽ ജിൻഡോ എടുക്കില്ല, ജിൻഡോ പരിസരത്തൂടെ പോയാൽ അപ്പ അങ്ങ് ചൊറിയാൻ തുടങ്ങും. അങ്ങനെ ചൊറിഞ്ഞപ്പോഴത്തേക്ക് ജിൻഡോ എടുക്കുക ചോദിക്കുന്നുണ്ട്, താൻ ഞങ്ങളുടെ ക്യാപ്റ്റൻ, അവരുടെ ക്യാപ്റ്റൻ മാത്രമാണോ, ഞങ്ങളുടെ ക്യാപ്റ്റൻ അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അറിയാലോ ജിൻഡോ ചേട്ടൻ അബദ്ധങ്ങൾ വീഴും. ഉടനെ ഒരു അബദ്ധം വീണു ജിൻഡോ ചേട്ടന്റെ വായിന്ന്. ഞാൻ അവരുടെ ക്യാപ്റ്റനാണ്, അവരാണ് എന്നെ മറ്റേ വോട്ട് ചെയ്ത് കയറ്റിയത്. ആ ഒരു സാധനം വായിന്ന് വീണ് കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ അവൻ അതും പിടിച്ച് ചപ്പറിക്കുട്ടൻ അതും പിടിച്ച് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അപ്പത്തേക്ക് ജിൻഡോയ്ക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയത് നേരെ അവിടെ നിന്ന് അങ്ങ് സ്കൂട്ടായി. സോ ഇപ്പൊ ജിൻഡോയെ ഞാൻ കാണുന്നത് ജിൻഡോയുടെ കയ്യിൽ നിന്ന് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു സാധനം പോയി എന്ന് ജിൻഡോയ്ക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സ്പോട്ടിൽ ജിൻഡോ അവിടെ നിന്ന് വിട്ടുകളയും. കൂടുതൽ അവിടെ നിന്ന് മറ്റേ കുളമാക്കാൻ ജിൻഡോ നിൽക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പുള്ളിക്ക് അറിയാം എവിടെ എങ്ങനെ കളിക്കണം. പക്ഷെ ചില സമയത്ത് പുള്ളി സംസാരിക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകും. സോ അതിൽ നിന്ന് എങ്ങനെ വിട്ടുമാറി നിൽക്കണം എന്നുള്ളൊരു സാധനവും ജിൻഡോ ഇപ്പൊ പഠിച്ചു വന്നിട്ടുണ്ട്. ജിൻഡോയുടെ ഗെയിം ഞാൻ പറഞ്ഞല്ലോ നല്ല കലക്കൻ ഗെയിമാണ്. ഇന്ന് ഈ ഒരു സാധനം ഇട്ടത് തന്നെ ജിൻഡോയാണ്. ഒരുപാട് ആൾക്കാർ അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടായിരിക്കും. എല്ലാവരും നമ്മുടെ സിബിനിലേക്ക് പോകും. കാരണം സിബിനാണല്ലോ മെയിൻ ഒരു വ്യക്തിയായിട്ട് പവർ ടീമിന്റെയും ഇപ്പോൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ മെയിനായിട്ട് നിന്ന് കളിക്കുന്ന ഒരു വ്യക്തി എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിബിനാണ്. ജാസ്മിൻ ഗബ്രിക്കൊക്കെ അടിച്ചണ്ണാക്കി കൊടുക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും പോയിന്റ് വെച്ചിട്ടുള്ള പൂജയുണ്ട്. പൂജയും കറക്റ്റ് പോയിന്റുകളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിൽക്കുന്ന ഒരാളാണ് സിബിൻ. അപ്പൊ ഇതൊക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ അവിടെ വേറൊരാളെ ശ്രദ്ധിച്ചു.
നമ്മുടെ സായിക്കുട്ടൻ സീക്രട്ട് ഏജന്റ് അണ്ണൻ ഇവിടുന്ന് ബിഗ് ബോസിലേക്ക് കയറാൻ പോകുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷെ നമ്മുടെ ആരുടെയും ഒരു പ്രതീക്ഷയ്ക്കും പ്രതീക്ഷയൊക്കെ വെറുതെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് സായി എന്ന് പറയുന്ന വ്യക്തി. ഇന്ന് നമ്മുടെ സിബിൻ എന്താണോ അവിടെ നിന്ന് കാണിക്കുന്നത്, എങ്ങനെയാണോ അവിടെ കളിക്കുന്നത്, ആ ഒരു കളിയായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി അതിനകത്തോട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിന്റെ ഒന്നും ഒരു അറ്റത്ത് പോലും വെക്കാൻ പറ്റുന്ന ഒരു ഗെയിം സായിയുടെ സൈഡിൽ നമ്മൾ കാണുന്നില്ല. സായി ഒന്നും മിണ്ടാതെ മറ്റേ നനഞ്ഞ കോഴിയെ പോലെ ഇന്ന് ഫുൾ അതിന്റെ മൂലക്കൂടെ നടക്കുന്ന കാണുന്നുണ്ട്. വലുതായിട്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല. ജാസ്മിനോടും ഗബ്രിയോടും ഉള്ളൊരു സ്നേഹം അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ സായിയുടെ. അത് എന്ത് ഗെയിമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ബിഗ് ബോസ് ലാസ്റ്റ് വരെ ജാസ്മിനെയും ഗബ്രിയെയും അവിടെ പിടിച്ച് നിർത്തും. സോ അവരുടെ കൂടെ അവരെ ഒന്ന് സൂചിപ്പിച്ചൊക്കെ നിർത്തി കഴിഞ്ഞാൽ എനിക്കും ലാസ്റ്റ് വരെ നിൽക്കാൻ പറ്റും എന്നുള്ളൊരു മെന്റാലിറ്റി ആണോ സായി അവിടെ എടുക്കുന്നതെന്ന് വരെ എനിക്കിന്ന് തോന്നിപ്പോയി. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ ഇന്ന് അവിടെ നടക്കുന്നുണ്ട്. ഗബ്രിക്കുട്ടനാണെങ്കിൽ ചൊറിഞ്ഞ് നല്ല വൃത്തിക്ക് ഇരിക്കുന്നുണ്ട് അവന്റെ വയറിന്റെ കേസും. പിന്നെ അതിന്റെ ഇടയ്ക്ക് ജാസ്മിൻ ഒരു സാധനം ഇറക്കുന്നുണ്ട്, മറ്റേ വുമൺ കാർഡ്, അതായത് തനിക്ക് പീരീഡ്സ് ആണ്, സോ അതിന്റെ പുറത്ത് തന്നെ പുറത്ത് വിടണമെന്നുള്ള സാധനമൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുന്നുണ്ട്. ഒരു കാര്യവും ഇല്ല, അവൾ അതിനകത്ത് കയറി ഇരിക്കാൻ ആരും പറഞ്ഞില്ലല്ലോ. അവളെ മറ്റേ എന്നിട്ടും പറയുന്നത് ഞാൻ സഹായിക്കാൻ പോയതാണ്, ഗബ്രിയുടെ ടീമിനെ മാത്രം സഹായിക്കാൻ എന്താണ് അവർക്ക് ഇത്ര ചൊറിച്ചിലെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും വിട്ടുകള. ലാസ്റ്റ് ഗബ്രിക്കുട്ടൻ മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ പൂജകളൊക്കെ പറയുന്നുണ്ട്, നീ അല്ലേ ഇവിടെ മനുഷ്യത്വം പറഞ്ഞുകൊണ്ടിരുന്നത്, മനുഷ്യത്വം ഉണ്ടെങ്കിൽ ജാസ്മിനെ ഇറക്കി വിടണം, അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് സിബിനും അതുപോലെ തന്നെ പൂജയൊക്കെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മനുഷ്യത്വം ഇത്രയും പേരെ നിനക്ക് കൺവിൻസ് ചെയ്യാമെങ്കിൽ, അതായത് ജാസ്മിനും പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കേസുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ പൂജയും സിബിനും ഒക്കെ ഒരു കാര്യം പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യം വരാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഡെൻ ടീം തുറന്ന് ഇവരെ പുറത്തു വിടണമെങ്കിൽ ഈ ഒരു വാക്ക് തർക്കങ്ങൾ ജിൻഡോ ആയിട്ടാണെങ്കിലും സിബിനോടൊക്കെ ആയിട്ടാണെങ്കിലും ഗബ്രി അതിനകത്ത് നിന്ന് കുറച്ച് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ജിൻഡോയോട് പറയുന്നുണ്ട്, നീ എല്ലാവരുടെയും ഫ്രണ്ടിൽ പോയി കുനിഞ്ഞു നിൽക്കല്ലേ, കുമ്പിട്ട് നിൽക്കുകയല്ലേ, നീ ഞങ്ങളുടെ ഫ്രണ്ടിൽ കുമ്പിട്ട് നിൽക്ക്. ഒരു ക്യാപ്റ്റനോട് ഗബ്രി പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. അത് പവർ ടീമിന് പൊളിഞ്ഞു. അപ്പൊ പവർ ടീം പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഗബ്രിക്കുട്ടൻ ജിൻഡോയോടും അതുപോലെ തന്നെ സിബിനോടും പവർ ടീം അംഗമായ സിബിനോടും മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ മാപ്പ് ചോദിക്കണം, എങ്കിൽ ഡെൻ ടീം തുറന്നു വിടാം, ഡെൻ്റെ ആ ഡോറ് തുറക്കാം എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്താലും ഗബ്രിക്കുട്ടൻ അതിന് സമ്മതിക്കില്ല. അവന് മാപ്പ് പറയാൻ പറ്റത്തില്ല. അവന്റെ ഈഗോയാണ് അവന് ഏറ്റവും മേളിൽ, എല്ലാത്തിനും മേളിൽ. സോ ആ ഒരു സാധനം ഗബ്രി സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറെ നേരം അവർ നോക്കി. ലാസ്റ്റ് അതൊരു ഗെയിമായിട്ട് തന്നെ എനിക്ക് തോന്നി കേട്ടോ. അതിനുള്ള കാരണം ഞാൻ പറയാം. ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സിബിനും ജിൻഡോയും ഒക്കെ വന്നിട്ട് ഗബ്രിക്ക് പറ്റില്ല, അതുകൊണ്ട് തന്നെ മനുഷ്യത്വപരം ഞങ്ങൾ കാണിക്കുന്നു. ജിൻഡോയല്ല, ഗബ്രി എന്ന് പറയുന്ന വ്യക്തിക്ക് ജാസ്മിൻ എന്ന് പറയുന്നത് ഒരു കൂട്ടുകാരിയാണ്, അച്ഛനാണ്, അമ്മയാണ്, പെങ്ങളാണ് എന്നൊക്കെ പറയുന്നത് വെറും നാടകമാണ്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയോട് ജാസ്മിൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ജാസ്മിനും അതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അത് മാപ്പ് പറഞ്ഞ് ഒഴിയേണ്ടതാണ്. അവൻ എന്ത് പറഞ്ഞാലും അത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ ഞങ്ങൾക്ക് ഇത്തിരി മനുഷ്യത്വപരം വെച്ചിട്ട് ഞങ്ങൾ തുറക്കാൻ ബിഗ് ബോസിനോട് പറയുന്നു, ഡോർ തുറന്ന് വിട്ടേക്കും എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ ഡോർ തുറക്കുന്നുണ്ട്. അപ്പം എനിക്ക് അതിനകത്ത് മനസ്സിലായത്, ഒന്ന് സിബിന്റെ ഒക്കെ ഒരു പ്ലേ, അതായത് കാണിച്ചു കൊടുക്കണം ജനങ്ങൾക്ക്. ചപ്രി എന്ന് പറയുന്നത് അവന്റെ ഡയലോഗടി മാത്രമേ ഉള്ളൂ, അവൻ ഈഗോ ആണ് ഏറ്റവും വലുത്. ആ ഒരു സാധനം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു. അത് നല്ല വ്യക്തമായിട്ട് സിബിന്റെ ഒക്കെ ആ ഒരു ഗെയിം കൊണ്ട് നടന്നു. പിന്നെ ചപ്രിക്കുട്ടൻ തീർന്നു അവിടെ. ചപ്രിക്കുട്ടൻ ഒരു സോറി പറഞ്ഞായിരുന്നെങ്കിൽ പരിപാടി അങ്ങ് തീർന്നേനെ. പക്ഷെ ജാസ്മിൻ ഇടയ്ക്ക് ഈ ഒരു വഴക്കിന്റെ ഒക്കെ ഇടയ്ക്ക് അകത്ത് നിന്ന് ജിൻഡോയോടും സിബിനോടും ഒക്കെ നമ്മുടെ ഈ പൂജയോടും അതുപോലെ തന്നെ ശരണ്യോടും എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നുണ്ട് നമ്മുടെ ചപ്രിക്കുട്ടൻ. ആ ഒരു സമയത്ത് ജാസ്മിൻ ഇടയ്ക്കൊന്ന് പറയുന്നുണ്ട്, ഗബ്രി നീ സോറി പറയുന്നു 2-3 പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷെ അവനത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ പറയുന്നുണ്ട്, അവൻ എന്തിനാ അത് പറയേണ്ട കാര്യം, അവനല്ലല്ലോ, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്സരയും അതുപോലെ തന്നെ ബാക്കി ആ ഒരു ഡെൻ ടീമിലുള്ളവരും ഒക്കെ പറയുന്നുണ്ട് ഗബ്രിയുടെയിലാണ് തെറ്റ്, അവൻ മാപ്പ് പറയട്ടെ, ഞങ്ങളെ എന്തിനാണ് പിടിച്ചിടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ജാസ്മിനും ഗബ്രിയും ഇപ്പോഴും മറ്റേ ഒട്ടിയിരിക്കുന്ന ഒരൊറ്റ ഗെയിമേഴ്സാണ്. 2 ഗെയിമേഴ്സ് അല്ല അവര്, ഒരൊറ്റ ഗെയിമേഴ്സാണ് അവര്, ഒരൊറ്റ ഗെയിമറാണ് അവർ. അങ്ങനെ പറയാം, ഗെയിമേഴ്സ് എന്നല്ല, ഒരൊറ്റ ഗെയിമറാണ് അവര്, 2 ഗെയിമേഴ്സ് അല്ല അവര്. അത് എന്ന് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. എന്തായാലും ഇന്നും അടയും ചക്കനെയും പോലെയാണ് രണ്ടുപേരും ഇരിക്കുന്നത്. അങ്ങനെ തന്നെ അവര് മുന്നോട്ടും പോകത്തുള്ളൂ. അല്ലാതെ മാറുന്നുള്ളൊരു ഗെയിമൊന്നും എത്രയൊക്കെ ആൾക്കാർ ആട്ടിയാലും ഉളുപ്പില്ല എന്ന് പറഞ്ഞാലും വീണ്ടും അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ നമുക്ക് മനസ്സിലായി. പിന്നെ സിബിന്റെ മെയിൻ ഒരു ഗെയിമായിരുന്നു അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇവന്മാരുടെ ഡ്രാമയാണ്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിമാണ് എന്നുള്ളൊരു സാധനം എത്തിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത് നല്ല വ്യക്തമായിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ജാസ്മിൻ അല്ല, ഗബ്രിക്ക് അല്ലാതെ വലിയ സ്നേഹമൊന്നുമില്ല. അതിപ്പോ ജാസ്മിന് മനസ്സിലാവണമെങ്കിൽ ജാസ്മിൻ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വെളിയിൽ വന്നു കഴിയുമ്പോൾ, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് അറിയുന്നുണ്ട്
ജാസ്മിന്റെ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ജാസ്മിൻ കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്ന പയ്യൻ ജാസ്മിനെ വേണ്ട എന്ന് പറഞ്ഞു പോയി. ജാസ്മിൻ അതൊന്നും അറിയുന്നില്ല. അവിടെ അകത്ത് ഇറങ്ങിക്കഴിയുമ്പോൾ ജാസ്മിൻ അത് അറിയും. അപ്പത്തേക്ക് ചിലപ്പോൾ ഗബ്രി അടുക്കലോട് ചെല്ലും. അപ്പൊ ഗബ്രി പറയും, മോളെ എന്നെ അങ്ങ് വിട്ടോ, നീ പൊക്കോ എന്നൊരു സാധനം മിക്കവാറും മറ്റേ അവന്റെ ആ ഒരു സ്റ്റൈലിൽ അവനങ്ങോട്ട് അടിക്കും. അപ്പോഴാണ് ജാസ്മിൻ, അപ്പോഴേ മനസ്സിലാക്കും ജാസ്മിൻ. ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി ഗബ്രി എന്തോരം ഒരു ഗബ്രിയുടെ ഒരു ഗെയിം, അവന് വേണ്ട ഒരു കംഫർട്ട് സോൺ പ്ലസ് അവന് ലാസ്റ്റ് വരെ നിൽക്കാനുള്ള ഒരു കണ്ടന്റ്, അത് മാത്രമാണ് ജാസ്മിൻ. അല്ലാതെ അച്ഛനും അമ്മയും പ്ലംബറും തേങ്ങ, ആ പ്ലംബറിനെയൊക്കെ ഒരു സത്യം പറയാം. അപ്പൊ അങ്ങനൊന്നും അല്ല, അവൻ വെറും ഉഡായിപ്പ്, അത്രേ ഉള്ളൂ. പുറത്തിറങ്ങി കഴിയുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു മെലോ ഡ്രാമ പരിപാടി അവിടെ പൊട്ടുന്നുണ്ട്. ഓരോരോ ഡെന്നും ടണലും ഒക്കെ വന്ന് ഗെയിം കളിച്ചു. അതിനകത്ത് ടണലാണ് ജയിച്ചത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ അഭിഷേക് ആൻഡ് നന്ദന അവരുടെ ടീമില് അവർക്ക് കിട്ടിയില്ല പോയിന്റ്സ് ഒന്നും. പക്ഷെ അവര് രണ്ടുപേരും കൂടെയും ആ ഡ്രാമ എടുത്തപ്പോഴത്തേക്ക് അവര് ജാസ്മിൻ ഗബ്രിയായിട്ടൊന്ന് അഭിനയിച്ചു. മോനെ, അവരുടെ ആ അഭിനയം നല്ല വ്യക്തം, നല്ല എങ്ങനെയൊക്കെ പൊളിയാമോ ജാസ്മിനും ഗബ്രിക്കോ അങ്ങനെയൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവർക്ക് പോയിന്റ്സ് വലുതായിട്ടൊന്നും കിട്ടിയില്ല. അവർക്ക് പോയിന്റ് ഒന്നും കിട്ടിയില്ല. പോയിന്റ്സ് കിട്ടിയത് അൻസിബയുടെ ഒക്കെ ടീമാണ്. അവരാണ് ഫസ്റ്റ്. പിന്നെ നമ്മുടെ ഗബ്രിക്കുട്ടന്റെ ടീം സെക്കൻഡ് വന്നു. അപ്പൊ ഈ ഒരു ഗെയിം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിൻ പുറകെ നടക്കാൻ തുടങ്ങി. ഫസ്റ്റ് ജിൻഡോനെയും അഭിഷേക് KM പിടിച്ചിരുത്തി മറ്റേ അവർക്ക് ഇന്ന് നടന്ന കഥകളെ പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാൻ തുടങ്ങി. ജിൻഡോ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റൊക്കെ പോയി, വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. അഭിഷേകിനെ അവിടെ ഇട്ട് ചൊറിഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അഭിഷേകിനോട് കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിൽ സിബിന്റെ കൂട്ടാളികളും ഒക്കെ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. കഥകളൊക്കെ പറഞ്ഞ് ഇവരെ നല്ല തോൽപ്പിച്ചിട്ട്. സോ അത് അഭിഷേക് കേൾക്കുന്നുണ്ട്. അഭിഷേകിന് മനസ്സിലായി ജാസ്മിനോട് ഇരുന്ന പണി വാളുമെന്ന്. അഭിഷേകിന് ഐസായിട്ട് എണീറ്റ് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് സിബിൻ പറയുന്നുണ്ട്, ഞങ്ങൾ നിന്നെ ഒന്നും അല്ല പറഞ്ഞത്, നീ അവിടെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല, നിന്നെ അവൾ പിടിച്ച് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അഭിഷേക് പിന്നെ അവളുടെ അടുക്ക നിൽക്കാൻ പോയില്ല, കറങ്ങി തിരിഞ്ഞങ്ങ് പോയി. അപ്പൊ ജാസ്മിൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അടുത്ത ടീമിന്റെ അടുക്കലോട്ട് ചെല്ലുന്നുണ്ട്. എങ്ങനെയെങ്കിലും കഥ പറഞ്ഞിരുത്താൻ വേണ്ടി. അവരും മൈൻഡ് ചെയ്തില്ല. ലാസ്റ്റ് ജാസ്മിന് മനസ്സിലായി പണി പാളി, ഞങ്ങളെ കോർണർ ചെയ്യും, ഇനിയാണ് ശരിക്കും കോർണർ ചെയ്യാൻ പോകുന്നത്. സിബിൻ അതിനുള്ള ഗെയിം ഇട്ട് കൊടുത്തു. ജാസ്മിൻ ഗബ്രി, അതിനകത്ത് മെയിൻ ഗബ്രി എന്താണ് എന്ന് പൊളിച്ച് അടുക്കി കൊടുത്തിട്ടുണ്ട്. ഗബ്രി ഇനിയും പോക്കാണ് മോനെ നിന്റെ കാര്യം. നീ ആ ഒരു സോറി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അവിടെ തീർന്നില്ല. നിന്റെ വലിയ മനുഷ്യപ്പറ്റിന്റെ കഥകൾ നീ പറയുന്നുണ്ടെങ്കിൽ, പൂജയൊക്കെ പറയുന്നുണ്ട്, നീ ചോദ്യം ചെയ്യാനും ചെല്ലുന്നുണ്ട്. അവരൊക്കെ ആവശ്യത്തിനുള്ള മനുഷ്യപ്പറ്റി കാണിക്കുന്നുണ്ട്. അവരാ കാണിച്ചത് കൊണ്ടാണ് ഇന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയത് മര്യാദയ്ക്ക്. അതിന്റെ പകുതിയുടെ പകുതി പോലും കാണിച്ചിട്ടില്ല. ഒരു സോറി പറഞ്ഞ് നീ തന്നെ പറയുന്നുണ്ട് ജാസ്മിനും പറയുന്നുണ്ട് അവർക്ക് മറ്റേ പീരീഡ്സ് ആണ്. കൂടെ ഉള്ള ഒരു ഫ്രണ്ടിന്റെ നീ പറയുന്നത് നിന്റെ അപ്പനും അവളുടെ അപ്പനും അമ്മയും ചേട്ടനും ചേച്ചിയൊക്കെ നീ ആണെങ്കിൽ എന്തുകൊണ്ടൊരു സോറി പറയാൻ നിനക്ക് പറ്റിയില്ല? അവിടെ തന്നെ നീ പൊളിഞ്ഞു വീണു. പിന്നെ നമ്മുടെ അഭിഷേക് നന്ദന ഗെയിമിന്റെ ഇടയ്ക്ക് മറ്റേ സാധനം ടോപ്പിംഗ്, ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ ഗബ്രി ജാസ്മിന്റെ അപ്പനാണ്, അമ്മയാണ്, പ്ലംബറാണ്, ഡോക്ടറാണ്, ടീച്ചറാണ് എന്നുള്ള സാധനമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പ്ലംബറും ഡോക്ടറും ടീച്ചറും ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇച്ചിരി തലയുള്ളവരും പിന്നെ അത്യാവശ്യം ഇന്റർനെറ്റിൽ കിടന്ന് കളിക്കുന്നവരും ഒക്കെ മനസ്സിലായി കാണും. അപ്പോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി അങ്ങ് നടന്നത്. എന്തായാലും തീർന്നു കേട്ടാ. എനിക്ക് ചെറിയൊരു പനിയുണ്ട്, അതാണ് എനിക്ക് ഒരുപാട് ആക്റ്റീവായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റാത്തത്. അപ്പൊ എന്തായാലും ചപ്രിക്കുട്ടന്റെ പണി തീർത്ത് കൊടുത്തിട്ടുണ്ട് സിബിൻ ചേട്ടന്റെ മുട്ടൻ ഗെയിം. സായി ചേട്ടൻ ഒതുങ്ങി പോകാതിരുന്നാൽ സായി ചേട്ടന് കൊള്ളാം. സായി ചേട്ടൻ നല്ല രീതിയിൽ ഒതുങ്ങി പോകുന്നു എന്ന് എനിക്ക് തോന്നി ഇന്നത്തെ ഗെയിമൊക്കെ കണ്ടപ്പോഴത്തേക്ക് കേട്ടോ.